ഫ്രണ്ട്സ്, വെൽക്കം ടു H4 ഹെല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അടുത്ത ക്രിസ്മസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തതും എല്ലാം കഴിഞ്ഞ മാസം ചെയ്തൊരു ഫീൽ ആണെങ്കിലും അതെ ഈ വർഷത്തെ ലാസ്റ്റ് മാസം എത്തിയിരിക്കുകയാണ്. സോ ഈ ട്രീ സെയിം ട്രീ തന്നെയാണ്. പിന്നെ ഇതിൽ വളരെ 3 സാധനങ്ങളെ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ. അത് 3 ഞാൻ പരിചയപ്പെടുത്തി തരാം. ബാ. ഓക്കെ, ഫസ്റ്റ് തന്നെ ഈ സാധനമാണ്. ഫസ്റ്റ് തന്നെ ഈ സാധനമാണ്. ഇത് ആക്ച്വലി റിയൽ ക്യാൻഡിയാണ്, പക്ഷേ പാക്കറ്റ് പൊട്ടിക്കാത്തതുകൊണ്ട് ഇതൊരു കുഴപ്പമൊന്നുമില്ല. ഇത് ശരിക്കും തിന്നാൻ കൊള്ളത്തില്ല. ഇത് കണ്ടാൽ മറ്റേ ആൽഫലീബിയുടെ മുട്ടായി കൂട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് മറ്റേ വിക്സ് മുട്ടായുടെ ടേസ്റ്റാണ്. അതുകൊണ്ട് അത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ആരും തിന്നത്തില്ല. അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴേ തീർന്നേനെ. പിന്നെ എന്നാ എന്തോ താഴെ പോയായിരുന്നു. പിന്നെ ഈ വെൽവെറ്റിൻ്റെ ബോൾസ് അതും ഇപ്പം വാങ്ങിച്ചതാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. അത് റെഡും ഗ്രീനും ഈ കളറും ആയിരുന്നു, മെറൂൺ റെഡും ആയിരുന്നു ഉള്ളത്. ഗ്രീന് അപ്പം ഇത്രയാണ് ഉള്ളത്. വേറെ ഒന്നും പുതിയതായിട്ട് വാങ്ങിച്ചിട്ടില്ല ഗൈസ്, എല്ലാം സെയിം തന്നെയാണ്. പിന്നെ വേറെന്താ ഒന്നുമില്ല ഗൈസ്. ഓക്കെ, പിന്നെ ഈ സാധനം പുതിയതാണ്, ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ. കൊള്ളാം. ഇത് മെഴുകുതിരി വയ്ക്കുന്നതാണ്, പക്ഷെങ്കിൽ മെഴുകുതിരി ഒന്നും ഇപ്പം ഇവിടെ വെച്ചിട്ടില്ല. മെഴുകുതിരി വെച്ചാൽ തീയെ കയറും. പിന്നെ മെഴുകുതിരി ഇല്ലതാനും. പിന്നെ എൻ്റെ ചേച്ചിയുടെ ക്രിയേറ്റിവിറ്റി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ വയ്ക്കാൻ പറ്റത്തില്ല, ഒരു മിനിറ്റ്. ഓക്കെ, ഇതെൻ്റെ ചേച്ചി ഉണ്ടാക്കിയതാണ്. ഇത് ആക്ച്വലി ഇതിൻ്റെ അടിയിൽ എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. പിന്നെ പേപ്പറും കൊണ്ട് മണ്ടയ്ക്ക് കോണും ഉണ്ടാക്കി. ഇവിടെ കുറച്ച് മുത്തിരിപ്പുണ്ടായിരുന്നു, ട്വൈനും ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ചേച്ചി ഉണ്ടാക്കിയ സാധനമാണ്. വളരെ ക്രിയേറ്റീവാണ്. എനിക്കിതൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ ബാക്കിയെല്ലാം ഇവിടെ ഇരിക്കുന്ന സെയിം സാധനം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. പിന്നെ കഴിഞ്ഞ വർഷം ഈ താഴെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത പല സാധനങ്ങളും ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. ഹാള് മാത്രമേ ഉള്ളൂ. റൂമിലും അപ്പുറത്തെ ലിവിങ് റൂമിലും ഡൈനിങ് ഏരിയയിലും ഒന്നുമില്ല. സോ ഇത് കഴിഞ്ഞ പ്രാവശ്യം ആ ട്രീയുടെ അവിടെ തന്നെ ഇരുന്നൊരു മാനാണ്, അത് ഞങ്ങൾ ഇവിടെ വെച്ചു. ഇത് കഴിഞ്ഞ പ്രാവശ്യം ടേബിളിലിട്ട സാധനമാണ്, അത് ഞങ്ങൾ ഇവിടെ ഇട്ടു. ഇത് പിന്നെ ഞങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്തൊരു സാധനമാണ്. ഇതെന്നാന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഗ്ലാസ്സിൽ ഒട്ടിക്കാൻ ഒരു സാധനം വാങ്ങിച്ചെടുത്ത്, അത് ഞാൻ അടുത്ത കാണിച്ചു തരാം. അതിലെ പാക്കറ്റിൽ നിന്ന് കീറിയെടുത്തതാണ് എൻ്റെ അമ്മയും ചേച്ചിയും കൂടെ. ഇതൊന്നും ഞാൻ കണ്ടതുപോലെ. ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. ഇത് 2-3 വർഷമായതാണ്. ഈ ഡേറ്റ് വെക്കുന്നതാണ്. ഇതും ഈ വട്ടം വാങ്ങിച്ചാണ്. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇതിങ്ങനെ ലൈറ്റ് മാറി മാറി ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ളൊരു സാധനമാണ്. ഇതൊക്കെ ഓണാക്കാനായിട്ട് ഇങ്ങനെ ഇരുട്ടാവും വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് 5:30 ആകുമ്പോഴേ ഇരുട്ടാവും. അപ്പോൾ ഇതെല്ലാം ഓണാക്കി ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. സോ ഇനി നമുക്ക് ആ ചെറിയ ട്രീ കാണാം. കഴിഞ്ഞ വർഷം ചെറിയ ട്രീയും കഴിഞ്ഞ വർഷം ആ ട്രീയുടെ കൂടെയാണ് വെച്ചത്. പക്ഷേ ഈ വട്ടം ഞങ്ങൾ ടിവിയുടെ ഏരിയയിലാണ് വെച്ചത്. അതിലും കുറച്ച് ക്രിസ്മസ് കാൻഡീസും ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചു. ഇത് അമ്മിയുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ കയറിയിരിക്കുക, ഓരോ ബോളും പറിച്ച് താഴെയിടുക. എൻ്റെ മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ അവൻ പറിച്ചിടുന്ന ബോൾ മൊത്തം തിരിച്ച് കയറ്റിയിടുക. ഇതാണ് ഇവിടുത്തെ പണി. ഓക്കെ, ഇനി ഗ്ലാസ്സിൽ ഒട്ടിച്ച സാധനം കാണിച്ചു തരാം. ബാ. ഓക്കെ, ഗ്ലാസ്സിൽ ഒട്ടിച്ചേക്കുന്ന സാധനം ആക്ച്വലി ഇത് ജെല്ല് കൂട്ടത്തെ സ്റ്റിക്കറാണ്. ഗ്ലാസ്സിലായിട്ട് ഒട്ടിക്കേണ്ട സാധനമാണ്. യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലയോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് ഒട്ടിക്കാൻ ഞാനും എൻ്റെ ചേച്ചിയും കുറേ കഷ്ടപ്പെട്ടു. ഇത് പിന്നെ ഉള്ള ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മിയുടെ കാറ്ററി ഇരിക്കുന്നത് ഇവിടാണ്. അപ്പം ഇത് കുറച്ച് ദിവസമായിട്ട് അടുത്തായിരുന്നു ഇരുന്നത്. ഇപ്പം ഞങ്ങൾ കുറച്ച് ദൂരോട്ടാക്കി വെച്ചേക്കാണ്. ഈ സാധനങ്ങളെല്ലാം ഇവൻ പറിച്ച് താഴെ ഇടും. എന്നിട്ട് ഇത് തിന്നാൻ നോക്കും, പക്ഷെ തിന്നിട്ടില്ല. അപ്പം ഇത് അതുകൊണ്ട് എൻ്റെ കാറ്ററി നീക്കി വെച്ചേക്കുവാണ്. അങ്ങനെ കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. പക്ഷെ എനിക്ക് ക്രിസ്മസ് അപ്പൂപ്പിനെ ഇഷ്ടമാണ്. സ്നോമാൻ അത്ര ഭംഗിയില്ല. ഈ സ്നോമാൻ അത്ര ഭംഗിയില്ല. ഈ സ്നോമാൻ കുഴപ്പമില്ല. ഈ സാധനം എല്ലാം പറിച്ചിടുന്നതാണ് അവൻ്റെ പണി. എന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരത്തുനിന്നും പോയിട്ട് എടുത്തത് ഇവിടെ വയ്ക്കും. അടുത്തത് കാണാൻ പോകുന്നത് കുഷൻ കവറൊക്കെ ആക്ച്വലി കഴിഞ്ഞ വർഷത്തെ സെയിം തന്നെയാണ്. എന്നാലും കാണിച്ചു തരാം, വരൂ. ഇതാണ് ലെറ്റ് ഇറ്റ് സ്നോ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് ഈ വട്ടം വാങ്ങിച്ചതാണ്. ഇത് ന്യൂ ആണ്. ഇത് 3 കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പുറത്തും സെയിം അല്ല, ഡിഫറെൻറ്റ് മേരി ക്രിസ്മസ് ഉണ്ട്. ഇത് ആക്ച്വലി എനിക്ക് ഈ റെഡ് ആക്ച്വലി അത്ര ഇഷ്ടമല്ല. എനിക്ക് മെറ്റൽ റെഡാണ് ഇഷ്ടം. ഈ റെഡ് കുറച്ചുകൂടെ ലൈറ്റ് റെഡാണ്. എനിക്ക് ഡാർക്ക് റെഡാണ് ഇഷ്ടം. പിന്നെ ഇതിവിടെ ഉള്ളൊരു വെച്ചിട്ടാണ്. സോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ക്രിസ്മസ് ഡെക്കറേഷൻ. നിങ്ങളുടെയൊക്കെ വീട് ഡെക്കറേറ്റ് ചെയ്തു ഗൈസ്. ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ജസ്റ്റ് വളരെ സ്മോൾ ഡെക്കറേഷനാണ്. കഴിഞ്ഞ വർഷത്തെ സാധനങ്ങളൊക്കെ വെച്ച് പിന്നെ കുറച്ച് ന്യൂ സാധനങ്ങളും വാങ്ങിച്ച് ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.